പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കാലത്തിന്റെ അടയാളങ്ങൾ വിവേചിക്കുവിൻ എന്ന ഭാഗത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു, പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകും എന്നും നിങ്ങൾ പറയുന്നു, അതും സംഭവിക്കുന്നു. കപട നാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഈ ഭൂമിയിലെ പലതും വ്യാഖ്യാനിക്കാൻ അറിയാം. കർത്താവ് പറഞ്ഞ കപട നാട്യക്കാരെ, നിങ്ങൾക്ക് മഴ വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ കാറ്റ് വരുമ്പോൾ എന്താണ്, ചൂട് വരുമ്പോൾ എങ്ങനെയാണ്, കാലാവസ്ഥ മാറുമ്പോൾ തണുപ്പ് കാലം വരുന്നതും വേനൽക്കാലം വരുന്നതും മഴക്കാലം വരുന്നതും ഒക്കെ നിങ്ങൾക്കറിയാം. ഇതെല്ലാം വിവേചിക്കാൻ നിങ്ങൾക്ക് പറ്റും. എപ്പോൾ കൃഷി ഇറക്കണം, എപ്പോൾ വിളവ് നടണം, എപ്പോൾ വിളവെടുക്കണം. അങ്ങനെ ഈ ഭൂമിയിൽ ജീവിതത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കർത്താവ് പറയും, ഇതൊക്കെ നിങ്ങൾക്കറിയാം, പക്ഷേ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? കർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യമാ, സ്വർഗരാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്തത് എന്തുകൊണ്ട്? ഈ ഭൂമിയിൽ എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയാം, ഇതെങ്ങനെ നടക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ മാർക്ക് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ആ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് മുമ്പോട്ടുള്ള ജീവിതത്തിലെ ആ പഠനങ്ങളും കാര്യങ്ങളും പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനു വേണ്ടി നമ്മൾ നല്ലോണം പരിശ്രമിക്കും. അതുപോലെ മറ്റ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ നമ്മുടെ ഭാവിയിൽ എന്ത് വേണമെന്നറിയുന്നോ അതിനനുസരിച്ച് നമ്മൾ നല്ലതായിട്ട് പരിശ്രമിക്കും. ഇപ്പോൾ പുറം രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർ അവിടെ പരീക്ഷ എഴുതി പാസ്സായാലേ പോകാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം, ഈ പരീക്ഷ പാസ്സാകാതെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ നല്ലതായിട്ട് അധ്വാനിക്കും, ഈ പരീക്ഷ പാസ്സാകണം, നമുക്ക് പോകണം. കർത്താവ് ചോദിക്കുന്ന ചോദ്യമാ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാലഭേദങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളും ഒക്കെ എന്ത് വേണമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നാൽ സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കത് ഒന്നും അറിവില്ലാത്തവരായി പോകുന്നത്. നിങ്ങൾ ഒരറിവുമില്ലാത്തവരെ പോലെയാണ് ദൈവരാജ്യത്തെ കാണുന്നത്. ഇങ്ങനെ ഒന്ന് കേട്ടിട്ടില്ലാത്തവരെ പോലെ, ഒരറിവുമില്ലാത്തവരെ പോലെ. ശരിക്കും കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയാ. അപ്പൊ അതിനെക്കുറിച്ചിട്ടുള്ള യഥാർത്ഥ കാഴ്ചപ്പാടുകളും അറിവുകളും നമുക്ക് ആവശ്യമാണ്. പക്ഷേങ്കിൽ നമ്മൾ അതിന് തയ്യാറാകുന്നില്ല, അത് കേൾക്കാനോ സ്വീകരിക്കാനോ തയ്യാറാകുന്നില്ല. വീണ്ടും വചനത്തിലേക്ക് വരുമ്പോൾ കർത്താവ് നല്ലൊരു ഉദാഹരണം പറയുക. കർത്താവ് പറയുക, എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗൃഹ പാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. കർത്താവ് പറയുക, ഇതിനൊരു ഉദാഹരണം എന്ന രീതിയിൽ നിങ്ങൾ ശരിയായിട്ട് നിങ്ങളുടെ ജീവിതത്തെ വിധിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന വിധിയല്ല കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്ന വിധി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തെ നമ്മളത് വിധിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ജീവിതത്തെ കുറിച്ച് ദൈവം പദ്ധതി ഇടുന്നത്, വിഭാവനം ചെയ്യുന്നത്? ഈ യാത്ര എനിക്ക് എവിടെയാ എത്തേണ്ടത്? എനിക്ക് സ്വർഗരാജ്യത്തിലേക്ക് എത്തേണ്ട ഒരു യാത്രയാണ് ഈ ഭൂമിയിലെ ജീവിതം എന്നുള്ള വിധി. അതാ കർത്താവ് പറഞ്ഞത്, ആ വിധി നിങ്ങൾ ശരിയായിട്ട് വിധിക്കണം. നമ്മളെ ശരിക്കൊന്ന് മനസ്സിലാക്കണം. ഈ പോക്ക് നമ്മൾ എവിടെ എത്തിക്കും? എൻ്റെ ഈ വിശ്വാസ ജീവിതം മതിയോ എനിക്ക് സ്വർഗത്തിൽ എത്താൻ വേണ്ടി? അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു മാറ്റം വരുത്തണോ? ഇതാണോ ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം? ഇതാണോ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്നൊക്കെ ഉള്ളൊരു വിധിയെക്കുറിച്ച് കർത്താവോട് പറയുകയാ. എന്നിട്ട് കൊച്ചു ഉദാഹരണം കൂടെ പറയുകയാ, നീ നിന്റെ ശത്രുവിനോടുകൂടി അധികാര അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ നീ അവനോട് രമ്യതപ്പെടണം. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? അവൻ അധികാരിക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും, കുറ്റം വിധിക്കും, നീ കാരാഗ്രഹത്തിൽ തടവിന് വിധിക്കപ്പെടും. അതുകൊണ്ട് കർത്താവ് പറയുക, നീ അധികാരിയുടെ അടുത്തേക്ക് ശത്രുവിനോടുകൂടെ പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനോട് രമ്യതപ്പെടണം എന്ന് കർത്താവ് ഇതേ കാര്യം നമ്മളോട് പറയുകയാണ്. ഈ ഭൂമിയിലെ ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയില്ല. ഈ യാത്രയിൽ കർത്താവ് പറയുക, നിന്റെ
പോക്ക് ന്യായാധിപന്റെ അടുത്തേക്കാ, സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിലേക്കാ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ന്യായവിധി നമുക്ക് ഉണ്ടാകും. നമ്മുടെ ഭൂമിയിലെ ജീവിതം കർത്താവ് ഒന്ന് പരിശോധിക്കും. എന്നിട്ട് യോഗ്യമല്ലെങ്കിൽ നമ്മളെ ശിക്ഷയിലേക്ക് വിടും. യോഗ്യമെങ്കിൽ നമ്മൾ കർത്താവിനോട് സ്വർഗരാജ്യത്തിലേക്ക് പോകും. നമുക്കിത് വളരെ പരിചിതമാണ്, അറിവുള്ളത്. അതുകൊണ്ട് കർത്താവ് പറയുകയാ, മനോഹരമായ ഈ ഉദാഹരണത്തിലൂടെ പറയാം, നിന്റെ സ്വർഗീയ യാത്രയിൽ നീ ശത്രുവിനോട് രമ്യതപ്പെടണം. ഈ പോക്ക് ദൈവരാജ്യത്തിന് യോജിച്ചതാവണം. അതിന് നിരക്കാത്തതുണ്ടെങ്കിൽ നമ്മൾ പരിശോധിച്ച് മാറ്റി വേണം പോകാന്. ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? ശത്രു നിന്നെ ന്യായാധിപനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ നരകശിക്ഷയ്ക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും. കണ്ടോ, ഒരു ഉദാഹരണത്തിലൂടെ കർത്താവ് എത്ര വലിയ കാര്യമാ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇന്ന് ശത്രു എന്ന് പറയുമ്പോൾ നമ്മൾ പിശാചിനെ കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് പറയും, എൻ്റെ ശത്രു ആരാ? എൻ്റെ ശത്രു പിശാചാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമ്മൾ പിശാചിനോട് ഒരിക്കലും ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ആരുടെയും മുമ്പിൽ വന്നിട്ട് പിശാച് അന്ന് നിന്നെ ഞാൻ വിടത്തില്ല, നിന്നെ ഞാൻ പിടിക്കാൻ പോവുക, നിന്നെ ഞാൻ അടിച്ചു വീഴ്ത്തും, അല്ലെങ്കിൽ നിന്നെ ഞാൻ നശിപ്പിക്കും എന്ന് പിശാച് ഒരിക്കലും നമ്മളോട് പറയുന്നില്ല. അവൻ മറ്റുള്ളവരിലൂടെ അല്ലെങ്കിൽ മറ്റ് ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നമ്മളെ തടുക്കുന്നത്, നമ്മുടെ വഴി തെറ്റിക്കുന്നത്. നമ്മുടെ ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഹവ്വായുടെ അടുത്ത് ചെന്ന് പിശാച് പാമ്പിന്റെ രൂപത്തിൽ ചെന്നിട്ട് ഒരു പ്രലോഭനത്തിലൂടെയാ വഴി തെറ്റിക്കുന്നത്. ആ തെറ്റിപ്പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവൻ ആരെന്നറിയാതെ ആ വഴി തെറ്റിക്കുക ചെയ്യുന്നത്. ഇവിടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെ ശത്രുക്കളെ പോലെ നമ്മൾ കരുതരുത്. പലപ്പോഴും ജീവിതത്തില് വിഷയങ്ങളും പ്രയാസങ്ങളും വേദനകളും വേദനിപ്പിക്കലുകളും ഒക്കെ ഉണ്ടായെന്നിരിക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മുടെ യാത്ര ന്യായാധിപന്റെ മുമ്പിലേക്കാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നീ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിന്നെ ദൂഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, യേശുവിന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതേ കാര്യം തിരുവനന്തപുരത്ത് വീണ്ടും പറയുക. നിന്റെ യാത്രയിൽ, നമ്മുടെ സ്വർഗീയ യാത്രയിൽ നമ്മളെ വേദനിപ്പിക്കുന്നവരോ, നമ്മളെ തള്ളിക്കളയുന്നവരോ, നമ്മളെ കുറ്റം വിധിക്കുന്നവരോ, നമ്മളുടെ ശത്രുക്കളെന്ന് നമ്മൾ തോന്നുന്നവർ ആരുമായിക്കോട്ടെ, അവരോട് രമ്യതപ്പെടണം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ പോകുന്നത് ന്യായാധിപന്റെ മുമ്പിലേക്കാ. ചിലപ്പോൾ ഈ ശത്രുവിലൂടെ, നമ്മളെ വേദനിപ്പിക്കുന്നവരിലൂടെ, നമ്മളെ തള്ളിക്കളയുന്നവരിലൂടെ, കുറ്റം പറയുന്നവരിലൂടെയൊക്കെ പിശാച് പല തന്ത്രങ്ങളുമായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് നീ അവരോട് രമ്യതപ്പെടണം. ഇല്ലെങ്കിൽ അവൻ നമ്മളെ ന്യായാധിപ സംഘത്തിന്, അതായത് കർത്താവിന് മുമ്പിൽ കൊണ്ട് നിർത്തും. എന്നുവെച്ചിട്ട് അവൻ പറയും, ഈ വ്യക്തി ഇന്ന ഇന്ന കാര്യങ്ങളിലൂടെ കടന്നു പോയതാ, അതുകൊണ്ട് ഇവൻ സ്വർഗരാജ്യത്തിന് യോജിക്കത്തക്കത വഴിയിലൂടെ യാത്ര ചെയ്ത വ്യക്തിയല്ല. അവൻ കർത്താവിന് മുമ്പിൽ നമുക്ക് വേണ്ടി ന്യായം പറയും. നമ്മൾ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചും മിഖായേൽ മാലാഖയും തമ്മിൽ ഒരു തർക്കം വന്നപ്പോൾ നമ്മൾ കണ്ടതാ. മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാച് മിഖായേൽ മാലാഖയോട് അവകാശവാദം ഉന്നയിക്കുകയാണ്. ഈ ശരീരത്തിന് എനിക്ക് അവകാശമുണ്ട്. മോശയെ പോലെ ദൈവത്തോട് ചേർന്ന് നടന്ന ഒരു വ്യക്തിയെ വേറെ കാണാനില്ല. മുഖാമുഖം കർത്താവ് മോശയോട് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ടും ആ ശരീരത്തിന് വേണ്ടി പിശാച് വാദം ഉന്നയിച്ചെങ്കിൽ അതിന് കാരണം തൻ്റെ ജീവിതത്തിൽ, ആ ഈജിപ്തിലെ ജീവിതത്തില് മോശ ചെയ്ത കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ ന്യായം പറയാൻ, വാദമുന്നയിക്കാൻ, ഈ വ്യക്തിയുടെ ശരീരത്തെ ചൊല്ലി വാദമുന്നയിക്കാൻ പിശാചിന് അവിടെ അധികാരമുണ്ട്. ദൈവസന്നിധി പറയും. അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുന്നത്, നമ്മളുടെ ജീവിതയാത്രയിൽ പിശാചിന് ന്യായം പറയാൻ, നമ്മളുടെ പക്ഷം പറയാൻ, ഇവൻ എൻ്റെ പക്ഷത്തിൽ നിന്നവനാ, ഇവന് ദൈവരാജ്യത്തിന് യോജിച്ചവനല്ല, ഇവന്റെ ഇന്ന പ്രവർത്തികൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച, ഇവൻ ഇന്നയാളോട്, ഇന്ന വ്യക്തിയോട് ഇങ്ങനെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ തന്ത്രത്തിൽ വീണുപോയതാ, അതുകൊണ്ട് ഇവൻ സ്വർഗരാജ്യത്തിന് യോജിച്ചതല്ല എന്ന് ദൈവത്തിന്റെ മുമ്പിൽ പിശാച് നമ്മൾക്ക് വേണ്ടി പക്ഷപാതം പറയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിനെന്ന് ഈ വചനഭാഗത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ
കർത്താവ് ഇങ്ങനെ പറയുക, അവസാനത്തെ തൊട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് പറയുക, ആ കാരാഗ്രഹത്തിൽ നിന്ന് ചിലപ്പോൾ ഒരിക്കലും പുറത്തേക്ക് ഒരു വരവുണ്ടാകത്തില്ല. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കാരാഗ്രഹത്തിൽ കിടക്കുന്നവർ എവിടുന്ന പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത്? ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. ഇന്ന് നമ്മളുടെ ഇവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളിൽ ആരെങ്കിലും ആണ് ഒരു കേസിൽപ്പെട്ട് ജയിലിലാകുന്നതെങ്കിൽ ജയിലിൽ കിടക്കുന്ന അവിടെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പുറത്തുള്ള ആരെങ്കിലും അവനെ സഹായിക്കാൻ തയ്യാറായാൽ മാത്രമേ അവന് പുറത്തോട്ട് വരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അതിന് കോടതിയിൽ പോകാനോ കേസ് നടത്താനോ ഒക്കെ പുറത്ത് ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ സ്വർഗരാജ്യത്തിലേക്ക് ചെല്ലുമ്പോൾ ഞാനും നിങ്ങളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെല്ലുന്നത്. നമുക്ക് വേണ്ടി ന്യായവാദം പറയാനോ, നമുക്ക് വേണ്ടി പക്ഷം വിധിക്കാനോ, നമുക്ക് വേണ്ടി അവസാന തൊട്ടുവരെ കൊടുത്തു തീർക്കാനോ വേറെ ഒരാളും ഇല്ല. നമുക്ക് വേണ്ടി മരിച്ച യേശുവിന് മാത്രമേ നമ്മളെക്കുറിച്ച് ഒരു അവകാശം അവിടെ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആ അവകാശം പറയണമെങ്കിൽ നമ്മൾ ആ യേശുവിനെ സ്വീകരിച്ച് യേശുവിൻ്റെ പാതയിലൂടെ, യേശു ആഗ്രഹിക്കുന്ന അതേ വഴിയിലൂടെ ജീവിച്ചതാണെങ്കിൽ യേശുവിന് സ്വർഗരാജ്യത്തിൽ തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ, ദൈവ മുമ്പിൽ പറയാൻ പറ്റും, ഈ വ്യക്തി ദൈവരാജ്യത്തിന് യോജിച്ചവനാ, ഞാൻ ഈ വ്യക്തിയെ സ്വർഗരാജ്യത്തിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയാ എൻ്റെ ജീവൻ കൊടുത്തത്. ആ വ്യക്തി അത് സ്വീകരിക്കുകയും ആ വിശ്വാസത്തിൽ നിലനിൽക്കുകയും ചെയ്തതുകൊണ്ട് ഇവൻ സ്വർഗരാജ്യത്തിന് യോജിച്ചവനാണെന്ന് യേശുവിന് പറയാൻ പറ്റും. വേറെ ആർക്കും നമ്മളെ ആ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കാൻ ഒരു തൊട്ടുപോലും, ഒരു ചില്ലിക്കാശ് പോലും കൊടുത്ത് രക്ഷിക്കാൻ പറ്റത്തില്ല. ബാക്കി ആരെങ്കിലും ഒക്കെ ഇവിടെ നിന്ന് കാരാഗ്രഹത്തിൽ കിടക്കുന്നവനെ, അതുപോലെ നരകത്തിൽ കിടക്കുന്നവനെയോ മരിച്ചുപോയ ആരെങ്കിലും ഒക്കെ രക്ഷിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു യാതൊരു പ്രയോജനവുമില്ലാത്ത വിചാരമാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.